welcome back to our YouTube channel. This is Segri Umalya. This is Vanilla Umalya. This is Rajukar Kamar. This is Rishana Kamar. And you watching Naturally. Guys, ഇതൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടിയിട്ട് ചെന്നൈ പോവാണ്. ചെന്നൈ. Yes. എങ്ങോട്ട് പോണെന്ന് വെച്ചാൽ ഞങ്ങള് ചെന്നൈ പോണ്. ചെന്നൈ പോണ്. അപ്പൊ ഞങ്ങള് കാറ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. കാറ് വന്നാൽ തന്നെ ഞങ്ങള് പോവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് ചെന്നൈ മാത്രമേ ഉള്ളൂ പോകാൻ, എപ്പോഴും ചെന്നൈ തന്നെയാണല്ലോ പോണേന്ന്. ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ചെന്നൈ പോയത് കറങ്ങാനാണ്. പക്ഷെ ഇപ്രാവശ്യം പോണത് ഒരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇവര് മൂന്നുപേരും ഒരേപോലെ ഡ്രസ് തന്നെ. ഇതാണ് ഞങ്ങളുടെ ഡ്രസ്. ഇവിടെ എല്ലാരും നിക്കണ്ട്. ഇവിടെ എന്റെ ചിറ്റ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചിറ്റ, അമ്മ, ചിറ്റപ്പൻ എല്ലാരും കൂടി നിൽക്കാണ്. അമ്മൂമ്മ അപ്പൂപ്പനും അകത്തുണ്ട്. ഹായ് കാണിക്കാം. ഹായ് കാണിക്കാം. അവര് മാടനമ്പുരാൻ്റെ അവിടെ തൊഴാൻ വേണ്ടി പോവാണ്. നമ്മൾ എവിടെ പോകുമ്പോഴും അവിടെ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു പൈസ ഇട്ടിട്ടാണ് പോവാറ്, പ്രാർത്ഥിച്ചിട്ടാണ് അവിടെ പോവാറ്. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ ഇപ്രാവശ്യം പോയിക്കണം അവർ മൂന്നുപേരും കേട്ടോ. ഹായ്. അമ്മമ്മ അപ്പൂപ്പനുള്ളിലുണ്ട്. ഞങ്ങളെല്ലാരും വെയിറ്റിംഗ് ആണ് കേട്ടോ. 6 മണിക്കാണ് നമ്മള് വണ്ടി വരും എന്ന് പറഞ്ഞത്. 6 മണിയായ എത്ര മണിയായി അറിഞ്ഞൂടാ. എന്തായാലും നമ്മള് നേരത്തെയാണ്, അവര് വരാറായിട്ടുണ്ട്. അപ്പോ ഇനി എന്താ, ഓക്കെ വെയിറ്റിംഗ് ആണ്. എല്ലാവരും ഇരിക്കുന്നുണ്ട് ഇവിടെ. ഇരിക്കണില്ല, കുറെ പേരുള്ളിലുണ്ട്. അപ്പൊ ഞങ്ങൾ 9 പേര് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചെന്നൈ ട്രിപ്പ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഇന്ന് പോയിട്ട്, ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വ്യാഴാഴ്ച രാത്രി ആണ് ട്രെയിന്. അതായത് ഇന്നാണ് ട്രെയിന്. ഇന്ന് പോയി കഴിഞ്ഞിട്ട് നാളെ രാവിലെ അവിടെ എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നാളെ മൊത്തം ഞങ്ങൾ അവിടെ കറങ്ങും. പിന്നെ പിറ്റേ ദിവസം അവിടെ ഒരു പൂജയുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെയും കറക്കമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞായറാഴ്ചയാണ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ രാത്രി റിട്ടേൺ വരും. റിട്ടേൺ വന്നിട്ട് പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ ഇവിടെ എത്തും. അതാണ് നമ്മുടെ പ്ലാൻ. പിന്നെ അച്ഛൻ വരുന്നില്ല. ഞങ്ങളുടെ ഫാമിലിയിൽ, ഞങ്ങളുടെ ഈ ഇത്രയും പേരിൽ അച്ഛൻ മാത്രം വരുന്നില്ല, ബാക്കി എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ 9 പേര് കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത്, റിച്ചുവിനെ ഉൾപ്പെടുത്തിയിട്ട്. നമുക്ക് പോവാം. വിജയ് ഹായ് കാണിക്കുന്നുണ്ട്. ഞങ്ങൾ പോയിട്ട് വേഗം ലഗേജ് ഒക്കെ കേട്ടിട്ട് കേട്ടോ. ഞങ്ങൾ വണ്ടിയിൽ ലഗേജ് ഒക്കെ കയറ്റി ഇരുന്നപ്പോഴത്തേക്കും അച്ഛൻ്റെ ഇപ്പം വരാമെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചു. എന്നിട്ട് 5 മിനിറ്റിനുള്ളിൽ അച്ഛൻ വന്ന് ടാറ്റയൊക്കെ തന്ന് എല്ലാവരെയും യാത്ര അയച്ചിട്ട് പോയി. ഞങ്ങൾ ഫാമിലി ആയിട്ട് മറ്റേ ഏതാ മോശി പ്രിൻസ് അല്ലേ, പ്രിൻസ് ആൻഡ് ഫാമിലി ആയിട്ട് കാണാൻ പോയപ്പോ എനിക്ക് കിട്ടിയ ഒരു പുതിയ പേരാണ് ചിഞ്ചു റാണി. എനിക്ക് കിട്ടിയ പേരാ ചിഞ്ചു റാണി. സിനിമ കണ്ടവർക്ക് അറിയായിരിക്കും, അതിനകത്ത് നടിയുടെ പേരാണ്. പുള്ളി ഒരു യൂട്യൂബറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ചിഞ്ചു റാണീനെ. അപ്പോൾ ഞാനും അതുപോലെ സ്റ്റിക്കും പിടിച്ച് നടക്കുന്നൊക്കെ പറഞ്ഞാണ് എനിക്കിപ്പോൾ ചിഞ്ചു റാണിന്ന് പേരിട്ടേക്കുന്നത്. അപ്പോൾ സിനിമ കണ്ടവർ താഴെ കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞ് ഞങ്ങൾ മുമ്പിലോട്ട് പോയപ്പോൾ ചില സ്ഥലത്ത് ഭയങ്കര ബ്ലോക്ക് കിട്ടി. പിന്നെ എന്തോ ഭാഗ്യത്തിന് നമ്മൾ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് ആ ബ്ലോക്കൊന്നും നമ്മളെ വലിയ രീതിയിലൊന്നും ബാധിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പം നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ ആലുവയിലെ ഈ ഒരു കോളേജ് ബ്ലോക്കുകൾ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, അവിടെ എത്തുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിയൊക്കെ പോലെയാണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് UC കോളേജാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഭാഗവും ഈ കോളേജുകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ വഴി പോകുമ്പോൾ എപ്പോഴും ഞാൻ പുറത്തോട്ടൊക്കെ ഇരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്പേസാണത്. ബ്ലോക്ക് കിട്ടിയ ഒരു വീഡിയോ ആട്ടോ ഇത്. ഒരെണ്ണം മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും ആ ഒരെണ്ണം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ട്രാവലിങ്ങിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ആ ഒരു വോയിസിലൊക്കെ ഉണ്ട്, എനിക്കറിയാം. പിന്നെ ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഫുള്ള് സ്പേസ് ഇല്ലല്ലോ, എല്ലാം കൂടി എടുക്കുമ്പോഴത്തേക്ക് തിങ്ങി നിറഞ്ഞ് നമുക്ക് ആകെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം എല്ലാം പെട്ടെന്ന് ചെയ്യാനായിട്ട് ട്രാവലിങ്ങിൻ്റെ ഇടയിൽ തന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ കറക്റ്റ് ഒരു 7 മണിയായപ്പോഴത്തേക്കിനും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ എത്തി ഞങ്ങൾ നേരെ വിശപ്പകറ്റാൻ വേണ്ടിയിട്ട് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ബേക്കറിയിൽ പോയിട്ട് എല്ലാവരും കൂടി പഫ്സും ലേസും പിന്നെ ഒരു ജ്യൂസും ചായയും കാപ്പിയും എല്ലാവരും കൂടി കുടിച്ച് ഞങ്ങൾ നേരെ പ്ലാറ്റ്ഫോം നമ്പർ 3 പോയിരുന്നു. അവിടെ പോയിരുന്ന് ഒരു 7:30 ആയപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് എന്തായാലും 7:30-7:45 ആയപ്പോഴത്തേക്കിനും ട്രെയിൻ വന്നു. പിന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് ആയതുകൊണ്ട് ടിക്കറ്റ് കിടക്കാനായിട്ട് ബെർത്ത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യമൊക്കെ ഉള്ള ബെർത്തിൽ കിടന്നിട്ടൊക്കെയാണ് ഞങ്ങൾ ഇരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അഡ്ജസ്റ്റൊക്കെ ചെയ്ത് കുറേ നേരം ഇങ്ങനെ രാത്രി ഞങ്ങൾ ഉറങ്ങണ നേരം ആയപ്പോഴത്തേക്കിനും TTR വന്ന് എനിക്കൊരു സീറ്റ് തന്ന്. അപ്പം ഞാൻ സേഫായിട്ട് കിടന്ന്. ചിറ്റയും റിച്ചും ഒക്കെ താഴെയൊക്കെയാണ് കിടന്നുകൊണ്ടിരുന്നത്, കാരണം നമുക്ക് അത്രയും സ്പേസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിരുന്നു. സീറ്റ് കിട്ടിയാൽ അപ്പോൾ തന്നെ ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പം ഞങ്ങൾ ഇരിക്കണതിൽ ഒരു സീറ്റ് മാത്രമേ ഞങ്ങളുടേതായിട്ടുള്ളൂ, മറ്റേത് കാലിയായിട്ട് കിടന്നൊരു സീറ്റിൽ കയറി ഇരുന്ന് ഫുഡ് കഴിച്ചതാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ കിടന്ന് ഭയങ്കര ഓട്ടമായിരുന്നു, അപ്പനും ആബുമൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിച്ചു. ഫുഡ് ബീട്രൂട്ട് സോയ ബിരിയാണിയും പിന്നെ ചപ്പാത്തിയും പൊട്ടറ്റോ റോസ്റ്റും ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ രാത്രി എടുത്ത കുറച്ച് വിഷ്വൽസാണ് കേട്ടോ. എനിക്ക് രാത്രി ആണെങ്കിൽ ട്രെയിനിൽ കിടന്ന് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് TTR ഒന്ന് വേറെ സീറ്റ് തന്നെങ്കിലും എനിക്ക് ഉറക്കമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്ന് എടുത്ത കുറച്ച് വീഡിയോസാണ്. പിന്നെ പെട്ടെന്ന് തന്നെ രാവിലെ ആയി കേട്ടോ. കോയമ്പത്തൂരൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കിടന്നുറങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പെട്ടെന്ന് അപ്പൂപ്പൻ വന്ന് വിളിച്ചപ്പോഴത്തേക്കും രാവിലെ ആയോ എന്നുള്ള രീതിയിൽ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കിനും നല്ല രസമുണ്ടായിരുന്നു. അപ്പൂട്ടനും വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി കുറേ നേരം ആ ജനാലയുടെ അവിടെ ഇരുന്നുകൊണ്ടിരുന്ന്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ചെന്നൈ കൃത്യം 7:45 ആയപ്പോൾ എത്തി കേട്ടോ. എത്തിയപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നിട്ട് ഞങ്ങളെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലേക്ക് കൊണ്ടുപോയതിന് മുമ്പ് ഞങ്ങൾ അവിടെ എല്ലാം ഒരു ഹോട്ടലിൽ കയറി. അതും കഴിഞ്ഞ പ്രാവശ്യത്തെ തന്നെ ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും വയറ് നിറച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് തന്നെ അതേ സെയിം വഴികളിൽ കൂടിയൊക്കെ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ആ എസ്കലേറ്ററും എല്ലാം അത് തന്നെയാണ്, അതിൽ കൂടി തന്നെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയത്. മെട്രോയിൽ കയറി നോക്കിയപ്പോൾ എല്ലാവരും ഇതുപോലെ ഫോണിലും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാനും ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന് പെട്ടെന്ന് സ്ഥലം എത്തി. ഇപ്പൊ എവിടെ നിക്കണേ? നമ്മ അന്ന് നിന്ന അതേ ഒരു എന്താ ഫ്ലാറ്റിലാണ് ഇപ്പൊ എത്തിയേക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ ഇവിടെ അല്ല നിക്കുന്നേ. ഇപ്പൊ ഞങ്ങൾ കറങ്ങാൻ പോവാണ്. ഫ്രഷ് ആവാൻ വേണ്ടി ആണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഗൈസ് ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അപ്പുക്കുട്ടനുണ്ട്, ഞാനുണ്ട്, റിച്ചു ഉണ്ട്, മൗശി ഉണ്ട്, വേഗിത ഉണ്ട്. ഞങ്ങൾ 5 പേരും പുറകില്. പിന്നെ അതെ ഫ്രണ്ടില് അപ്പപ്പൻ, അമ്മമ്മ, മൗശിന്ന് അമ്മ, ആബു. ഏറ്റവും ഫ്രണ്ടില് ബാവും കൂടിയിട്ട് എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട്. ടാക്സി ഡ്രൈവറും മുമ്പിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇപ്പൊ പോകുന്നത് നമ്മൾ എടുത്തേക്കുന്ന റൂമിലേക്കാണ്. നമ്മൾ അന്ന് നിന്ന പോലെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അന്ന് നമ്മൾ 4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്ന് തന്നെ ഞങ്ങൾ ആണ് നിന്നത്. അപ്പൊ ഇന്ന് നമ്മൾ റൂം എടുത്ത് അവിടെയാണ് നിൽക്കാൻ പോകുന്നത്. അപ്പൊ റൂമിലേക്കാണ് പോകുന്നത്. നമ്മളെല്ലാവരും ഫ്രഷായി, അപ്പൂപ്പൻ മാത്രം ഫ്രഷ് ആയിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തില് കൂടുതലും കുട്ടികള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താ പറഞ്ഞ എൻജോയ് ചെയ്യാൻ പറ്റിയത് കൂടുതലും കുട്ടികളായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഗിണ്ടി നാഷണൽ പാർക്കിൽ പോവാന്ന്. ഞാൻ കറക്റ്റ് സ്പെല്ലിംഗ് ഇവിടെ ചെയ്താട്ടോ, വേറെ ഒന്നും കേൾക്കരുത്. ഇതാണ് പേര്. അപ്പോ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ ഓൾറെഡി ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ തൊട്ടിപ്പുറത്തുള്ള സ്നേക്ക് പാർക്കിലാണ് ഞങ്ങൾ കയറിയത്. സ്നേക്ക് പാർക്കിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്
അപ്പൊ അങ്ങനെ ഒരു പാർക്ക്. അപ്പൊ നമുക്ക് ആ സമയത്ത് അവിടെ കയറാൻ പറ്റില്ല, കാരണം ടൈം ഓൾറെഡി കഴിഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് അവിടെ കയറാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇപ്രാവശ്യം ആദ്യം തന്നെ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ അവിടെ കയറി എന്തായാലും പിള്ളേരായതുകൊണ്ട് പിള്ളേരെ ഞാനും കൂടെ കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിക്കുന്നത് അവിടെ നിന്ന് ഇറങ്ങാൻ എന്തായാലും വൈകുന്നേരം ഉച്ച കഴിയും എന്തായാലും എന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പോയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രിഡ്ജായിരുന്നു കത്തിപ്പാറ അർബൻ സ്ക്വയർ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ ഷേപ്പ് എന്നാണ് പറയുന്നത്. കയറുന്നവർക്കൊന്നും മനസ്സിലായൊന്നുമില്ല. എനിക്കിപ്പോഴും അതിൻ്റെ ഷേപ്പ് ബട്ടർഫ്ലൈ ആണെന്ന് പറയുന്ന ഒന്നും മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ അത് ഡ്രോണൊക്കെ വെച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ഇപ്പോൾ പോകുന്നത് ആ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലൂടെയാണെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല. ഒരു 3-4 കറക്കം എടുത്തിട്ട് താഴെ എത്തിയ പോലെയാണ് എനിക്ക് തോന്നിയത്. വേറെ ഒന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ളൊരു ഡ്രോൺ ഇമേജോ വീഡിയോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. ഏതായാലും നല്ല ഒരു സ്ഥലമായിരുന്നു. ഗൈസ്, ഞങ്ങളൊരു ചെറിയ അന്താക്ഷരിക്ക് കളിച്ചിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾ ചിൽഡ്രൻസ് പാർക്കിൽ എത്തിച്ചേർന്ന്. സോ വി ആർ നൗ ഇൻ ചിൽഡ്രൻസ് സ്നേക്ക് പ്ലസ് ചിൽഡ്രൻസ് പാർക്ക്. ശരിക്കും പേര് ചിൽഡ്രൻസ് പാർക്ക് എന്നാണ്, ഗിണ്ടി നാഷണൽ പാർക്ക്, അതാണ് പേര് ടോട്ടലി. ഇവിടെ നമ്മൾ ഒരു പാർട്ട് നമ്മൾ കയറിയിട്ടുണ്ട് ഓൾറെഡി സ്നേക്ക് പാർക്കിൽ, പക്ഷെ അവർ കയറിയിട്ടില്ല. അപ്പൊ അവിടെ കയറണോ വേണ്ടതെന്ന് പിന്നെ തീരുമാനിക്കുള്ളൂ. ഇപ്പൊ നമ്മൾ നേരെ കയറാൻ പോകുന്നത് ഇപ്പുറത്തെ പാർക്കിലാണ്. അത് എന്ത് പാർക്കാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെയാണ് ഇപ്പൊ കയറാൻ പോകുന്നത്. ചിൽഡ്രൻസ് പാർക്കിലാണ് ഇപ്പൊ കയറാൻ പോകുന്നത്. സ്നേക്കില് പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല എന്താണ് ചെയ്യേണ്ടത്. നമ്മൾ അവിടെ വേണ്ട ചിൽഡ്രൻസ് പാർക്കിൽ കയറിയിട്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്നേക്ക് പാർക്കിൽ പോകാം. അവിടെ വലിയ ടൈമൊന്നും ഇല്ല. അവിടെ ഒരു കൂടി പോയൊരു അരമണിക്കൂർ അത്രേ പോകുന്നാണ് എന്റെ ഒരു ധാരണ. അപ്പൊ അവിടെ പോകും. ഈ ഇവിടെ വന്നതിന്റെ വീഡിയോ എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും ഇപ്രാവശ്യം വന്ന സമയത്ത് ഞാൻ എന്തായാലും എടുത്ത് കാണിക്കാം. എടുത്തിരുന്നു, പക്ഷെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തില്ല ഇതിൻ്റെ. അപ്പം എന്തായാലും അത് കാണിച്ചു തരാം. ഇതാണ് സ്നേക്ക് പാർക്ക്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാമ്പ് കേട്ടോ. അയ്യോ ദേഹി മഞ്ഞ. നമ്മൾ സ്നേക്ക് പാർക്കിൽ നിന്ന് ഇറങ്ങി ഗൈസ്. ഇറങ്ങിയാൽ അവിടെ കാണാൻ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നേരം കൊണ്ട് കഴിയുന്നു. അപ്പോൾ അവിടെ വേഗം കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് 1, 2, 3 എണ്ണം മാത്രമേ ഞാൻ എടുത്തുള്ളൂ, കാരണം അത് മാത്രമേ കാണാനുള്ളൂ പ്രത്യേകിച്ച്. പിന്നെ നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ വന്ന് കാണും. അപ്പോൾ ഇനി അടുത്തതായിട്ട് അപ്പുറത്തേക്ക് പോവാണ്. ഇവിടെ കടയുണ്ട്, അതാണ് ഇവിടെ ഒരു സ്ലോ. ഹലോ, എന്ത് മടിയന്മാരാണ് ഇവിടെ? എന്തിനാ വന്നേ? കറങ്ങാനാണോ അതോ ഇരിക്കാനാണോ? മോളെ മതിയായി മോളെ. എനിക്ക് നിങ്ങളുടെ പ്രായമല്ലല്ലോ ഞങ്ങൾക്ക്, ഞങ്ങൾ ചെറിയ പിള്ളേരല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു. ഈ 2 ചെറിയ പിള്ളേരെ അല്ലാത്തവരോ ഓക്കെ. ഈ കുട്ടിയോ? കുട്ടി മാറും. ഇപ്പൊ ഞാൻ എന്തിനാ നിക്കണേന്നായിരിക്കും ചോദിക്കാൻ. ഞങ്ങളെ പകർത്താൻ നിൽക്കുന്നു. അല്ല, ഞാൻ അവിടെ കുറെ പേര് നിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം. ആ റൂമിന്റെ ഉള്ളിൽ അങ്ങനെ ഹോട്ടലിലെത്തി ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും വയറൊക്കെ നിറച്ചിട്ട് നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് വിട്ടു കേട്ടോ. ഞങ്ങളതെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം നിൽക്കുന്നത് നട്ടുച്ചപ്പൊരു വെയിലത്ത്. എവിടെ നിൽക്കുന്നത്? ബീച്ചിലാണ്. എന്തിനാ ഇത്ര വെയിലത്ത് ഇവിടെ വന്നേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിഞ്ഞുവിടാം. ഞങ്ങൾ ഇവിടെ വന്ന് വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി, അത്രേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ ഒരൊറ്റ കട തുറന്നിട്ടില്ല, കാരണം ഈ നട്ടുച്ചപ്പൊരു വെയിലത്ത് ആര് കട തുറന്നിരിക്കാനാണ്. അപ്പോൾ കടയാണെങ്കിൽ തുറന്നിട്ടില്ല. അവിടെ ഒരു എന്താ പറയുക, ഒരു പാർക്ക് പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്, അവിടെയും തുറന്നിട്ടില്ല, ഒന്നും തുറന്നിട്ടില്ല. അതൊക്കെ വൈകുന്നേരം തുറക്കുള്ളൂ. വൈകുന്നേരം എന്ന് പറയാനായിട്ട് നമ്മൾ വൈകുന്നേരം വരാൻ തന്നെയാണ് വിചാരിച്ചത്. സംഭവം ഇപ്പോൾ വൈകുന്നേരം ആയി, 3:30 ആയി. നമ്മൾ ഉദ്ദേശിച്ചതൊരു 4 അല്ലേ 4:30 കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഇപ്പോൾ ഓൾറെഡി
സ്ട്രക്ക് ആവണുണ്ടോ? പിന്നെ ഇതിൽ ഏറ്റവും നല്ലൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഭാഗ്യത്തിന് മെറീന ബീച്ചിൽ പോയില്ല ഞങ്ങൾ ഈ ടൈമിൽ, അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതെ, ഇവിടെ ആയതുകൊണ്ട് കുഴപ്പമില്ല, പിള്ളേരൊക്കെ പാവം ഫുള്ള് ഇൻട്രസ്റ്റോട് കൂടി വന്നതാണ്. എന്നിട്ട് ലാസ്റ്റ് ഒന്നിനും പറ്റാത്ത അവസ്ഥയായി. ഇപ്പോൾ അതേ മടങ്ങി വേറൊരു ബീച്ചിലേക്ക് പോകാന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ബീച്ചൊക്കെ പക്ഷേ ഈ ഇത്രയും വെയിലുള്ള ബീച്ചിലൊന്നും കൊണ്ടുപോകാതിരുന്നാൽ മതി. ഓക്കെ, പക്ഷെ നല്ല സ്കൈ ഇട്ടോ, മുടിയൊക്കെ ഒതുക്കി വെക്കട്ടെ. ഹലോ ഗൈസ്, നല്ല സ്കൈ, നീല കളറ്. ഓക്കെ ഓക്കെ, ഞങ്ങളിനി ഫോട്ടോ എടുക്കട്ടെ ഗൈസ് വന്ന സമയത്ത്. ഹലോ ഗൈസ്, ഞങ്ങളിതേ ഇപ്പോൾ മെറീന ബീച്ചിലാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ദിവസം ഞങ്ങൾ മെറീന ബീച്ചിൽ വന്നു. 2 ദിവസം വന്നത് വൈകുന്നേരമാണ്, അല്ല രാത്രിയാണ്. പക്ഷേ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന വൈകുന്നേരമാണ്. നല്ല കാറ്റുണ്ട് ഗൈസ്, ഭയങ്കര കാറ്റാട്ടോ, നല്ല രസമുണ്ട്. ഫാസ്റ്റായിട്ട് ഇങ്ങനെ രസമാണ്. ഞാൻ കാണിച്ചു തരാം. നല്ല രസമുണ്ട്. ഓക്കെ, അപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ പോസിറ്റീവ് ആയിട്ട് കിടക്കുന്ന ഏരിയയിൽ ഇങ്ങനെ നടക്കാൻ ഇത്ര കാറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് നടക്കാൻ നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. ഗൈസ്, ഞാൻ ആക്ച്വലി ഈ വീഡിയോയിൽ സംസാരിച്ചെങ്കിലും ഭയങ്കര കാറ്റിൻ്റെ പ്രശ്നം കാരണം നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. ഒന്നും പറയണ ക്ലിയറും അല്ല, മനസ്സിലാവണമില്ല. വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് ഞാനതൊക്കെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, നമ്മൾ മെറീന ബീച്ച് സൂപ്പറായിട്ട് ആസ്വദിച്ച് പൊള്ളിയായിരുന്നു. പിന്നെ അമ്മയാണെങ്കിൽ ഫ്രാക്ചറായിട്ടിരിക്കുകയായിരുന്നു, കാല് ഫ്രാക്ചറായത് മിനിഞ്ഞാന്നാണ് മാറ്റിയത്. പ്ലാസ്റ്റർ മാറ്റി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഇത്രയും ദൂരം ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിനകത്ത്. പിന്നെ ഞാൻ ഈ അടുത്ത നാളത്തെ മറ്റന്നാളത്തെയൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. കാരണം നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ എല്ലാം കൂടി ഉൾപ്പെടുത്താൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ വീഡിയോ കുറച്ച് ലോങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലോങ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കും ബോറടിക്കുമല്ലോ ഇത് തന്നെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പറയുക, അത് വേറൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു. പിന്നെ നാളെ ആണെങ്കിലും ഞങ്ങൾക്ക് എങ്ങനെയാണ് പരിപാടികളെന്ന് അറിഞ്ഞുകൂടാ. നാളെ പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കറങ്ങാൻ പോകണമെന്നുണ്ട്, പറ്റുമെന്നും ഉള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങൾ പതുക്കെ അതിനെപ്പറ്റി സെറ്റാക്കണം, അത് ഓക്കെ ആക്കണം. നാളെ എന്താ പരിപാടിയെന്ന്, അഥവാ നാളെ നമുക്ക് ഇറങ്ങാൻ പോവുകയാണെങ്കിൽ നാളത്തെ വീഡിയോ ഇടാം. മറ്റന്നാൾ നമ്മൾ എന്തായാലും പ്രോഗ്രാംസാണ് നമുക്ക് ഞങ്ങൾ വന്ന പരിപാടിയാണ്, ഫങ്ഷനാണ്. അപ്പോൾ ആ ഫങ്ഷൻ നമുക്ക് മറ്റന്നാൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വീഡിയോ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. അപ്പോൾ റിട്ടേൺ അന്ന് തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു വലിയ വീഡിയോ ആക്കാനുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ട് ഞാൻ അതൊക്കെ വീഡിയോസൊക്കെ ആക്കിയിട്ടാം. അപ്പോൾ എന്തായാലും ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നതിന് താങ്ക് യു ഫോർ വാച്ചിങ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും. ദിസ് ഈസ് ബിഗിനി ഫാമിലി ആൻഡ് വാച്ചിങ് നാച്ചുറലി സൈനിങ് ഓഫ്.